ഹായ്, ഞാൻ കുറച്ച് മുമ്പൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഞാനത് കുറേ കാലമായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഐ തോട്ട് ഓക്കെ ഐ റീസ്റ്റാർട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, വി ആർ വെരി ക്ലോസ് ഈച്ച് അതർ ആൻഡ് ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പം വി ഫീൽ ലൈക്ക് വി ആർ ട്രാവലിംഗ് ഇൻ എ സെയിം ബോട്ട്. അപ്പോൾ ആൾക്ക് സെയിം 46 ഇയേഴ്സാണ്, 2 കുട്ടികളാണ്, അത് 2 ബോയ്സാണ്. അപ്പം അവൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചത്, ഐ ഫീൽ വെരി സ്റ്റക്ക്, എനിക്കെന്തോ ജീവിക്കണം എന്ന് തോന്നുന്നില്ല, അങ്ങനെ ഒരു ബർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി. ഈവൻ ഇതൊക്കെ ഈ ഒരു തോട്ടൊക്കെ എനിക്ക് ഇടയ്ക്ക് വരുന്നത് കൊണ്ട് സഡൻലി ഞാൻ റെസ്പോണ്ട് ചെയ്തു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെ എനിക്ക് എൻ്റെ ഇളയ മോൻ, പ്രത്യേകിച്ച് മൂത്തയാൾ ഇങ്ങനെ വളർന്ന ആ സ്റ്റേജൊക്കെ കടന്നു പോയി, പക്ഷേ ഇളയാൾ ഭയങ്കര ഒരു എന്താ പറയുക റിബലായിട്ട് ബിഹേവ് ചെയ്യണം. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹി അപ് ടു എന്നുള്ളത്. കൃത്യമായി പഠിക്കണില്ല, എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഗെയിം അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഓൺലൈൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ദ സെയിം സിറ്റുവേഷൻ ഐ ഓൾസോ ഗോയിങ് ത്രൂ. ഐ ടോൾഡ് ലൈക്ക് അത് മെയിൻലി ഇങ്ങനൊരു പാരൻറ്റ്ഹുഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഡോളസെൻറ്റ് കിഡ്സിൻ്റെ പാരൻസും അവരും ആ ഒരു ടിപ്പിക്കൽ സ്റ്റേജ് ഓഫ് ദിയർ ലൈഫിലാണുള്ളത്. അതായത് 46 ഇയറുള്ള അമ്മ എന്ന് പറഞ്ഞാൽ വാട്ട് യു സെയിം പെരിമെനോപോസ് സ്റ്റേജാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ 52 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും, അല്ലെ ആ ഒരു ഏജിലായിരിക്കും, 46 to 50 ഇയേഴ്സിലെ ഏജിലായിരിക്കും. സോ അവരും ഒരു മിഡ് ലൈഫ് ക്രൈസിസിൻ്റെ സ്റ്റേജിലാണ്. ഈ 3 ആൾക്കാരും ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അപ്പോൾ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അഡോളസെൻ്റ് ഏജ്. ഞാൻ ആ ഹോർമോണിനെ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. 3 ആളുകളും ഹോർമോണൽ ഇംബാലൻസ് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അഡോളസെൻ്റ് ബോയ് ആണെങ്കിലും അല്ലെങ്കിൽ ഗേൾ ആണെങ്കിലും, അതുപോലെ മദർ 40s മദർ ആൻഡ് അറൗണ്ട് 50s ഫാദർ, എല്ലാം ഇങ്ങനെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ദേ മൈറ്റ് നോട്ട് ബി റിയലൈസിങ് ഇറ്റ്. ഇങ്ങനത്തെ ഒരു കെമിക്കൽ ഫാക്ടർ നമ്മളെ ശരീരത്തിൽ മനസ്സിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്, ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ അഡോളസെൻ്റ് പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അവരവരുടെ ഫ്രണ്ട്സിനോടാണ്, അല്ലെങ്കിൽ കാണാതെ ഫ്രണ്ട്സിനോട് പോലും അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു. ബട്ട് ദേ ഗെറ്റ് ഇറിറ്റേറ്റഡ് വെൻ എവർ ദേ സീ അവർ പ്രസൻസ്. നമ്മുടെ പ്രസൻസ് പോലും ചിലപ്പോൾ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതൊരു ഫാക്റ്റാണ്. അത് ഇന്നല്ല, മുമ്പ് തൊട്ടേ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ കാലത്ത് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, ബട്ട് ദാറ്റ് ഈസ് എ ഫാക്ട്. ആ ഒരു ഏജിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു റെക്കഗ്നീഷൻ, അണ്ടർസ്റ്റാൻഡിങ് സീക്ക് ചെയ്യുന്നൊരു ടൈമാണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളൊരു സമയമാണ്. അതിലൊരിക്കലും പാരൻസിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല. 90% ഓഫ് പാരൻസിനും അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല. പാരൻസ് കാണ്ട് ആക്സെപ്റ്റ് വാട്ട് ദേ ആർ എന്നുള്ളത്. അവർ ചിലപ്പോൾ ആളുകളോട് സംസാരിക്കുന്നുണ്ടാവില്ല. പാരൻസ് പറയുമ്പോൾ അങ്ങനെയല്ല വേണ്ടത്. അവർ ചിലപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ടാവില്ല, സ്ലീപ്പ് ഡിസോർഡർ വരാം, അപ്പോൾ അതങ്ങനെയല്ല എന്ന് പാരൻറ്റ് പറയും. അതുപോലെ തന്നെ പഠിക്കുന്നുണ്ടാവില്ല, ഇങ്ങനെ കുറേ ഇഷ്യൂസ് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇവർക്കൊരിക്കലും, ഈ കിഡ്സിന് അഡോളസെൻ്റ് പീപ്പിളിന് ഒരിക്കലും പാരൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കും. ബിക്കോസ് ഞാൻ എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഓൺലൈൻ ഫ്രണ്ടിനോട് ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത്, ഐ തിങ്ക് ഹീസ് എ പഞ്ചാബി ഗായ് ആൻഡ് ഹി വാസ് സ്റ്റേയിങ് ഇൻ സംവെയർ ഇൻ കാനഡ ഓർ സംവെയർ. സോ ദേ വർ ടോക്കിംഗ് ലൈക്ക് മോൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഹിന്ദിയിലാണ് പറയുന്നത്, എനിക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്നുള്ളത്. സോ അതൊരു സെൽഫ് റിയലൈസേഷനിൽ പറയുന്നതാണ്. ബട്ട് ദ അതർ ഗായ് വാസ് കൺവിൻസിങ് ഹിം ദാറ്റ്സ് ഓക്കെ, ഇതൊക്കെ സ്വാഭാവികമാണ്, യു ഡോണ്ട് നീഡ് ടു ഗിവ് മച്ച് പ്രഷർ ഓൺ ഇറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് പാരൻറ്റിനോട് പറഞ്ഞാൽ പാരൻറ്റ് അങ്ങനെ സമ്മതിക്കില്ല. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ വേണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മുടെ സക്സസ്ഫുൾ ആവണമെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം. ഇപ്പോൾ ഇന്ന് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട ആളുകളാണ്, ജോലി ചെയ്യേണ്ട ആളുകളാണ്, പ്രൊഫഷണൽ ലൈഫ് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. യു കെ നോട്ട് ബി അറ്റ് ഹോം എൻ്റെ ടൈമിൽ ആവണമെന്നില്ല എന്നൊക്കെ പറയും പാരൻ്റ്, അങ്ങനെയാണ് പറയുക. സോ ദിസ് ഇസ് വാട്ട് ഐ സെഡ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ചിലപ്പോൾ കുറവാണ്, ചിലപ്പോൾ നല്ല അധികം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അഡോളസൻസ് ഈ ഒരു പീരിയഡിൽ മിക്കവാറും അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കും അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാവുക. മറ്റൊന്ന്, നമ്മൾ ഒരു പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് വി ആർ നോട്ട് എൻ അതോറിറ്റി ഓഫ് ദയർ, ആ കുട്ടികളുടെ അതോറിറ്റി ഒന്നും അല്ല. ഓക്കെ, അവരെ കൺട്രോൾ ചെയ്യേണ്ട ആളുകളും അല്ല. നമുക്ക് സൂപ്പർവൈസ് ചെയ്യാം, സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാം എന്നല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടതല്ല. അത് ആക്ച്വലി ദേ ഡിസേർവ് ഇറ്റ് ആൻഡ് യു ആർ നോട്ട് എൻ അതോറിറ്റി ടു കൺട്രോൾ ദെം. ഓക്കെ, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അവർ സർവൈവ് ചെയ്യുകയും ചെയ്യും. വി ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. അത് വെച്ചിട്ട് യു ഡോണ്ട് നീഡ് ടു എഫക്റ്റ് യുവർ മെൻ്റൽ ഹെൽത്ത്. ഞാനിത് പറയുമ്പം
ആസ് ഇഫ് ലൈക്ക് ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ സ്റ്റേജിലൂടെ അങ്ങനെയൊന്നുമല്ല. ഈവൻ ഐ ഓൾസോ ഗെറ്റ് ലൂസ് കൺട്രോൾ. ഞാനും ഷൗട്ട് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഷൗട്ടിങ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ പോയിട്ടുണ്ട്. ബട്ട് ഐ ഡു റിയലൈസ് ഇറ്റ്. ഞാൻ അവരുടെ ഓണറല്ല, നമ്മൾ ഒരു ബർത്ത് കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഞാൻ അവരുടെ ഓണറേ അല്ല. വി കനോട്ട് എക്സ്പെക്ട് ദം ടു ബിഹേവ് വാട്ട് എവർ ദ വേ വി വോണ്ട് ടു ഹാവ് എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അവർ പഠിക്കുന്നതാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്. വി ക്യാൻ ഗൈഡ് ദം, വി ക്യാൻ സജസ്റ്റ് ദം, അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ബി എ സപ്പോർട്ടർ ആൻഡ് കീപ് യുവർ മൈൻഡ് ഹെൽത്തി. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് ഫോർ ദിസ്. ആൻഡ് ദിസ് ടൈം ഇതും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. ഇതൊരു 14 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ പ്രത്യേകിച്ച് ബോയ്സിന് പീക്കായിട്ടുള്ള ഇങ്ങനത്തെ കുറേ ബിഹേവിയറൽ മിസ്മാച്ച് കാണാം. പാരൻറ്റുമായിട്ട് മാച്ച് ചെയ്യാതെ പോവാം. ഗേൾസും ഉണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് 21 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ദിൽ ബി ഒരു കുറച്ച് അവരുടെ ആ ഒരു ഇതിൽ നിന്ന് എന്താ പറയുക, ഒരു ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡിൽ നിന്നൊക്കെ അവർ മാറിയിട്ട് തിരിച്ച് നോർമലിലേക്കൊക്കെ വരും. സോ വെയിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, ഡോണ്ട് ഫീൽ ലൈക്ക് ദേ ആർ നോട്ട് ആക്സെപ്റ്റിംഗ് അസ്, ദേ ആർ നോട്ട് റെസ്പെക്റ്റിംഗ് അസ്, അങ്ങനെ ഫീൽ ചെയ്യേ വേണ്ട. ദേ ആർ നോട്ട് കൺസിഡറിങ് അസ് എന്നൊന്നും തോന്നണ്ട. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദേ ആർ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലാണ്. കൺസിഡർ ദം ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. യു ബി ഹാപ്പി ആൻഡ് ലെറ്റ് ദം ഓൾസോ ലിവ് ഹാപ്പിലി. താങ്ക് യു.